അതിരാവിലെ മധുരയ്ക്കുള്ള ട്രെയിൻ പിടിക്കാനുള്ള യാത്രയാണ്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണ്. എല്ലാവർക്കും ജസ്റ്റ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മധുര വഴി ആഗ്രയ്ക്ക് പോവുകയാണ് ഇപ്പോൾ. മേഡം ഉറങ്ങിയോ? തൊപ്പിയൊക്കെ താത്തേച്ച് ഉറങ്ങി തോന്നുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മധുര വഴി ആഗ്രയ്ക്ക് പോവാണ്. ഞങ്ങൾ ആക്ച്വലി ട്രെയിൻ ബുക്ക് ചെയ്തതാണ്. ട്രെയിൻ ചതിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ടാക്സി എടുത്ത് മധുര പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റഡായിട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യൻ റെയിൽവേ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം മധുര പോയി അവിടെ ചെറിയ കാഴ്ചകൾ കണ്ടിട്ട് ആഗ്ര പോയി താജ്മഹലൊക്കെ കണ്ട് തിരിച്ച് വരണം. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണെങ്കിൽ ഇതാണ് റോഡിലെ തിരക്ക് കാണിച്ചത്. ഇതിപ്പോൾ നോവിയുടെ കൂടി പോയിക്കൊണ്ടിരിക്കും. നല്ല ഫുള്ള് ഇത് യമുന എക്സ്പ്രസ് വേ ഹൈവേ അങ്ങനെയൊക്കെ ആണ്. ഞങ്ങൾ ആക്ച്വലി വെളുപ്പിന് തന്നെ ഹോട്ടൽ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ട്രെയിനൊക്കെ പിടിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് മെസ്സേജ് കണ്ട് ട്രെയിൻ 3 മണിക്കൂർ ലേറ്റ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ 3 മണിക്കൂർ ലേറ്റ് അല്ലേ, എന്നാലും ഇരിക്കാം. 3 മണിക്കൂർ ആവുന്നതിന് ഒരു അരമണിക്കൂർ ആയപ്പോഴേക്കും വീണ്ടും 2 മണിക്കൂർ ലേറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന യാത്ര മുടങ്ങൂലോ എന്ന് വിചാരിച്ച് അവസാനം ടാക്സി എടുത്തു. എന്ത് ചെയ്യാനാ, കയ്യിൽ കാശോ യോഗമുണ്ട്, അതുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് പല ട്രെയിനും ലേറ്റും ക്യാൻസലും ഒക്കെയാണ്. ഡൽഹി ടു മധുര. ഇതാ ബിർള മന്ദിർ അല്ലേ? ബിർള മന്ദിർ. ഇതൊരു ഫേമസ് മന്ദിറാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്താണ് നിൽക്കുന്നത്. ശ്രീകൃഷ്ണ ജന്മഭൂമി. ശ്രീകൃഷ്ണൻ ജന്മഭൂമിയാണ്. ഇതെവിടെയാ? മധുര. മധുര. ഞങ്ങൾ അങ്ങനെ ഫൈനലി മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. നല്ല തണുപ്പത്തും നല്ല ചൂട്ടത്തേക്ക് വന്നേക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്. അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. എന്തായാലും അകത്ത് ചെല്ലട്ടെ. ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിൽ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോ ഒന്നും പറ്റില്ല. ഞങ്ങളെല്ലാം കയറി കണ്ടു. നല്ല അടിപൊളി ക്ഷേത്രം, ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലവും കാരാഗ്രഹവും ഒക്കെ കാണാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ആഗ്രയിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് വൈകിട്ട് താജ്മഹൽ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. മധുരയിൽ വേറെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് ഇറങ്ങുന്നില്ല. വൃന്ദാവനൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ആഗ്രയിലേക്ക് പോവാണ്. താജ്മഹലിൻ്റെ നൈറ്റ് വ്യൂ ആണ്. മോർണിംഗ് വ്യൂ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി. മോർണിംഗ് വ്യൂ നാളെ എടുക്കണം. മോർണിംഗ് വ്യൂ രാവിലെ എടുക്കണം. പക്ഷേ ഇതിപ്പോൾ നൈറ്റ് നല്ല രസമാണ്. കാണുന്ന യമുന നദി. വാ, താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നാൾക്ക് ആഗ്രഹം. ഇന്ന് അബിയുടെ ബർത്ത്ഡേ ആണ്. അത് ഞങ്ങളിവിടെ ഈ പ്രണയകുടീരത്തിൻ്റെ സമീപം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ. അബി ആച്ചി താജ്മഹൽ കണ്ടില്ലേ? ഇട്ട് നോക്കിക്കേ, എന്ത് ഇട്ട് നോക്കിക്കേ, താജ്മഹൽ കണ്ടില്ലേ? സോ ബ്യൂട്ടിഫുൾ. ബാക്ക് സൈഡ് ആണ്. Happy birthday to you. Happy birthday to you, Acha. Happy birthday to you. God bless you. Then God bless you. Then God bless you, Acha. കൊല്ലൊടുത്തേ. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് വലിയ കേക്കൊന്നും വാങ്ങിച്ച് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ കുഞ്ഞ് ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു.
ചെറിയ കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? നല്ല കേക്കാ പക്ഷെ അല്ലേ? നല്ല കേക്കല്ലേ? ഇഷ്ടപ്പെട്ടാ? കേക്ക് സൂപ്പർ. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.